ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ആഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ബിജെപിയിൽ നിന്നുള്ള സന്ദീപ് വാര്യരുടെ ഇറങ്ങിപ്പോക്ക് ബിജെപിയുടെ നെഞ്ചത്തുകൂടി ചവിട്ടിക്കടന്നാണ്. ഒടുവിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക്. സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ഇപ്പോഴും സന്ദീപ് ജി വാര്യർ BJP സംസ്ഥാന ഭാരവാഹിയാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലും ഡിലീറ്റ് ചെയ്യാതെ, അതുപോലും മായ്ക്കാതെ സന്ദീപ് ജി വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് പുറത്തുവരുന്നത്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് BJP പ്രവർത്തകർ പറയുന്നു. പക്ഷെ ഒരു വിഭാഗം സുരേന്ദ്രന്റെ കഴിവുകേട് എന്നും വിമർശനം ഉന്നയിക്കുന്നു. സന്ദീപ് ജി വാര്യർ BJP വിട്ടതിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് പുറത്തുവരുന്നത്. BJPക്ക് എന്തു വന്നാലും ഇതൊരു വലിയ നഷ്ടം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതുപോലെ ഒരു സന്ദീപ് വാര്യരെ പോലെ ഒരു ഇത്രയും ശക്തനായ, കരുത്തനായ, സംസാരിക്കാൻ അറിയുന്ന ഒരു നേതാവ് അതിന് BJPക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു തുറന്ന ചർച്ചയിലൂടെ പരിഹാരം തേടാത്ത BJPക്ക് ഇത് വലിയൊരു നഷ്ടം തന്നെയാണ്. മറിച്ച് സരിനെ പോലെ ഒരാൾ പാർട്ടി മാറിയപ്പോൾ, സരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സരിന്മാർ ഉള്ളിടത്തേക്കാണ് സരിൻ പോയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സരിൻ എത്തിയതുകൊണ്ടോ, സരിൻ അവിടെ എത്തിയതുകൊണ്ടോ ഒരു നേട്ടവും ഇരുകൂട്ടർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ BJPക്ക് ഇത്രയും കരുത്തനായ ഒരു നേതാവ് ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ BJPക്ക് ഇതൊരു വലിയ നഷ്ടവും, ഒപ്പം BJPയിൽ നിന്ന് ഇറങ്ങിപ്പോയത് സന്ദീപ് ജി വാര്യർക്കും നഷ്ടമാണ്. നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും വലിയ മുദ്രാവാക്യങ്ങൾ കഴിഞ്ഞ ദിവസം വരെ വിളിച്ച സന്ദീപ് വാര്യർ പാലക്കാട് സീറ്റ് കിട്ടാത്തതിന്റെ പരിഭവത്തിലാണ് ഇപ്പോൾ പാർട്ടി വിടുന്നത്. കോൺഗ്രസിന്റേതാകട്ടെ ഈ വിഷയത്തിൽ മുൻനിരക്കാരനായ ഒരു യുവാവിനെ നഷ്ടപ്പെട്ടപ്പോൾ BJPയുടെ പടനായകൻ തന്നെയായിരുന്ന ഒരാളെ കോൺഗ്രസിന് തിരിച്ചു കിട്ടുകയാണ് ഈ ഒരു ഇറങ്ങിപ്പോക്കിലൂടെ. കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം സോഷ്യൽ മീഡിയയിലെ മെഗാസ്റ്റാർ തന്നെയാണ് അവരുടെ പാർട്ടിയിലേക്ക് ഇപ്പോൾ എത്തുന്നത്. BJPയുടെ കണ്ണും കാതും നാവുമായിരുന്നു സന്ദീപ് ജി വാര്യർ എന്ന കാര്യത്തിൽ അദ്ദേഹത്തോട് എതിർ അഭിപ്രായമുള്ള BJPക്കാർക്ക് പോലും തർക്കമില്ല. പാർട്ടി വിട്ടുപോകാൻ മാത്രം ആശയപരമായ കാരണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം വരെ പാർട്ടിയുടെ നാവായി സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും വലിയ യുദ്ധം നരേന്ദ്രമോദിക്ക് വേണ്ടി നടത്തിയ ആളാണ് സന്ദീപ് ജി വാര്യർ. അദ്ദേഹം മാത്രമല്ല, ലക്ഷക്കണക്കിന് BJPക്കാരുടെ ആവേശമായിരുന്നു സന്ദീപ് ജി വാര്യർ. ഞങ്ങൾ എന്താണോ ഞങ്ങളുടെ ശത്രുക്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അത് സന്ദീപ് ജി വാര്യരുടെ നാവിലൂടെ സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചയിലും വന്നിരുന്നു. അത് കേൾക്കുമ്പോൾ, അത് കാണുമ്പോൾ ആവേശം കൊണ്ടിരുന്ന BJP പ്രവർത്തകർ ഇത്രയും ഉള്ളൂ ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന ഏതൊരു വമ്പനും, അത് ഏത് പാർട്ടിയിലായാലും കസേരകൾക്ക് വേണ്ടിയുള്ള പടയോട്ടവും മത്സരവും കാത്തിരിപ്പും മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മൂല്യവും ധർമ്മവും എന്ന് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ട് സരിനെ പോലെ BJP വിട്ട് സന്ദീപ് ജി വാര്യരും ഒക്കെ പോകുമ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് ഒരു പാർട്ടിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഓരോ ആൾക്കും വേദനയാണ് ഇതുപോലുള്ള നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്ക്. അതും നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ തുറന്ന് സംസാരിച്ച് എല്ലാത്തിനും പരിഹാരം കാണാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെയൊക്കെ മറികടന്ന് ആരുടെയൊക്കെയോ മുഖത്ത് ചെളിവാരി എറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ആരുടെയൊക്കെ പക തീർക്കാൻ വേണ്ടിയുള്ള ഇത്തരം കൂറുമാറ്റങ്ങൾ, അത് സത്യം പറഞ്ഞാൽ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന, അതിപ്പോൾ BJPയിലായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും പ്രവർത്തിക്കുന്ന ഓരോ മനുഷ്യനും വേദനയാവുകയാണ്, വിഷമമാവുകയാണ്. നേതൃത്വത്തോടുള്ള അതൃപ്തി കൊണ്ട് BJPയിൽ നിന്ന് പുറത്തു വന്ന ഒരാൾക്ക് എങ്ങനെയാണ് പ്രത്യയശാസ്ത്രപരമായ ഒരു മാറ്റം പെട്ടെന്ന് സാധ്യമാകുമോ എന്ന ചോദ്യം സന്ദീപ് ജി വാര്യരോടുണ്ടായിരുന്നു. അതിന് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: നോക്കൂ, ഞാൻ കരുതിയത് എന്നോടുള്ള വെറുപ്പ് വ്യക്തിപരമാണ് എന്നാണ്. എന്നാൽ ആ വ്യക്തിപരമായ വിരോധത്തിന് പിന്നിൽ ഉറഞ്ഞുകൂടിയിട്ടുള്ള വെറുപ്പും വിദ്വേഷവും ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് മനസ്സിലാക്കിയ നിമിഷമാണ് ഞാൻ മാറാൻ തീരുമാനിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടും താൻ പാർട്ടി വിടാൻ കൂട്ടാക്കിയിരുന്നില്ല. അപ്പോഴും പാർട്ടിയോടൊപ്പം നിന്നു. കഴിഞ്ഞ കുറേയേറെ വർഷമായി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കുറേയേറെ വർഷമായി BJPയിൽ നിന്നും തനിക്ക് കിട്ടിയത് ഒറ്റപ്പെടുത്തലും വേട്ടയാടലും മാത്രമായിരുന്നു എന്ന് സന്ദീപ് ജി വാര്യർ തുറന്നു പറയുന്നു. കോൺഗ്രസ് പ്രവേശനത്തിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവും മാത്രമാണ് എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായി ചേർന്ന് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് എതിരെ നിലപാടെടുത്തു എന്നതാണ് താൻ ചെയ്ത കുറ്റം. ബലിദാനികളെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനായി മുതലെടുത്തു എന്നും അവരുടെ പേര് പറഞ്ഞ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചു. ശ്രീനിവാസൻ വധക്കേസ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെ എന്ന് പരിശോധിക്കണമെന്നും എന്തുകൊണ്ട് മുതിർന്ന അഭിഭാഷകരാരും കേസിൽ സുപ്രീം കോടതിയിൽ ഹാജരായില്ല എന്നും സന്ദീപ് ചോദിച്ചു. മുഴുവൻ നേരവും ഇത്തരം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് BJP. അവിടെ നിന്ന് പുറത്തു വന്ന സന്തോഷത്തിലാണ് താനെന്നും അദ്ദേഹം പറയുന്നു. ഇനിയുള്ള കാലം
എന്തായാലും താൻ ഒരു കോൺഗ്രസ്സുകാരനായി തുടരും എന്നാണ് സന്ദീപ് വാര്യരുടെ പ്രതികരണം. എന്തായാലും സന്ദീപ് വാര്യർ അപ്രസക്തനായ ഒരു വ്യക്തിയാണ് എന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറിന്റെ പ്രതികരണം. അപ്രസക്തമായ ഒരു പാർട്ടിയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അതവിടെ നിൽക്കട്ടെ, അത് ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായം കറക്റ്റ് ആയിരിക്കാം. അപ്രസക്തമായ ഒരു പാർട്ടിയിലേക്കാണ് പോകുന്നത്. പക്ഷേ അത്രത്തോളം പ്രസക്തനായ ഒരു വ്യക്തിയെ ഇങ്ങനെ പറഞ്ഞിറക്കി വിടുമ്പോൾ അതിന് ആരാണ് മറുപടി പറയാനുള്ളത്? സ്നേഹത്തിന്റെ കടയിൽ സന്ദീപ് വാര്യർക്ക് മികച്ച പദവി ലഭിക്കട്ടെ എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പരിഹാസം. ശ്രീനിവാസൻ ബലിദാനിയായ ദിവസം തന്നെയാണ് സന്ദീപ് വാര്യർ പാർട്ടി വിടുന്നത്. ഇത് പാലക്കാട്ടെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അതേസമയം ശ്രീനിവാസൻ വധക്കേസ് പ്രതികൾക്ക് എങ്ങനെയാണ് ജാമ്യം ലഭിച്ചത് എന്ന ചോദ്യം സന്ദീപ് വാര്യർ ഉന്നയിക്കുന്നതും വളരെ പ്രസക്തമാണ്. കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപിനെ പരിഹസിച്ച് പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പത്മജ വേണുഗോപാൽ ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. നിങ്ങൾ എടുത്തിരിക്കുന്നത് സ്നേഹത്തിന്റെ കടയിലല്ല, നിങ്ങൾ എടുത്ത മെമ്പർഷിപ്പ് വെറുപ്പിന്റെയും പാപികളുടെയും ഇടയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. പക്ഷെ അത് നിങ്ങളെ മനസ്സിലാക്കാൻ കുറച്ചു കാലമെടുക്കും, അത് കാലം തെളിയിക്കുമെന്നും പത്മജ പറയുന്നു. CPM-ഉമായി നടത്തിയ ചർച്ചകൾ പൊളിഞ്ഞതോടെയാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. പാലക്കാട് സീറ്റ് കിട്ടാതായതോടെ C കൃഷ്ണകുമാറിനെതിരെ പോസ്റ്റ് ഇട്ടാണ് സന്ദീപ് BJP-ക്കെതിരെ ഭീഷണി ഉയർത്തിയത്. കഷ്ടം സന്ദീപെ, നിങ്ങൾ എത്ര വലിയ കുഴിയിലാണ് വീണിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇനി ഇത്രയും കാലം ഛർദ്ദിച്ചതൊക്കെ വിഴുങ്ങണ്ടേ? KPCC പ്രസിഡന്റ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. 2 ദിവസമായി ഷാഫിയും സന്ദീപ് വാര്യരും എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചാൽ മതി. സന്ദീപെ, ആ ഇരിക്കുന്നതിൽ 2 പേർക്ക് നിങ്ങളെ ഇലക്ഷന് ആവശ്യമുണ്ട്. ഇങ്ങനെയാണ് പത്മജയുടെ പ്രതികരണം. എന്തൊക്കെയായാലും സന്ദീപ് ജി വാര്യരെ ഇഷ്ടപ്പെട്ടിരുന്ന, അദ്ദേഹത്തിന്റെ വാഗ്ധോരണി ആരാധിച്ചിരുന്ന, അദ്ദേഹം പറയുന്ന കുറിക്കുകൊള്ളുന്ന തീരുമാനങ്ങളിൽ അഭിമാനിച്ചിരുന്ന ഓരോ BJP-കാരനും ഉള്ളുകൊണ്ട് നോവുകയാണ്. വളരെ ചുരുക്കം ചില വാക്കുകളിലൂടെ സംസാരിച്ച് തീർക്കുമായിരുന്ന ഒരു പ്രശ്നം, അതും ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ ഇത്രമാത്രം വലുതാക്കുകയും ഇത്തരത്തിലൊരു പാർട്ടി മാറ്റവും ഒരു കൂറുമാറ്റവും ഉണ്ടാക്കിയതിന്റെ സകല ഉത്തരവാദിത്വവും BJP-യിലെ നേതാക്കന്മാർക്ക് തന്നെയാണ് എന്നാണ് പൊതുസമൂഹം പറയുന്ന അഭിപ്രായങ്ങൾ. എന്തൊക്കെയായാലും ശരി, എന്തു പദവി വാഗ്ദാനം ചെയ്തിട്ടാണ് കോൺഗ്രസിലേക്ക് ഇദ്ദേഹത്തെ ഇവർ കൊണ്ടുപോയിട്ടുള്ളത് എങ്കിൽ പോലും BJP നേതാക്കന്മാർക്ക് ഒന്ന് സ്വയം വിശകലനം നടത്താനുള്ള ഒരു സമയമായിരിക്കുകയാണ് സന്ദീപ് ജി വാര്യരുടെ ഈ ഇറങ്ങിപ്പോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ അദ്ദേഹത്തോട് ചെയ്തത് ശരിയായോ, നിങ്ങളുടെ തീരുമാനങ്ങൾ ശരിയായോ എന്ന് മാത്രം ആലോചിക്കുക. അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള കരുത്തരായ അവശേഷിക്കുന്ന കേരളത്തിലെ BJP പ്രവർത്തകർ ഇങ്ങനെ ഇറങ്ങി എവിടെയെങ്കിലുമൊക്കെ പോകാൻ കാലതാമസം ഉണ്ടാവില്ല. എന്തായാലും പുകഞ്ഞുകൊള്ളി പുറത്ത് എന്ന് BJP പറയുമ്പോൾ BJP-യിൽ ഉള്ളിൽ തന്നെ പലരും പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്. സുരേന്ദ്രനാണ് ഇതിന് ഉത്തരവാദി എന്ന തരത്തിലാണ് ഇപ്പോൾ അഭിപ്രായ പ്രകടനങ്ങൾ. ഇത് ഈ BJP-ക്ക് അകത്ത് തന്നെ സന്ദീപ് ജി വാര്യരോട് ബഹുമാനവും സന്ദീപ് ജി വാര്യരെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗം പറയുന്നത്. സന്ദീപ് ജി വാര്യർക്ക് ഒരുപാട് ആരാധകർ BJP-ക്ക് ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ സന്ദീപ് ജി വാര്യരോട് ഇത്തരം ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതി, ഇങ്ങനെ ഉള്ള വിഷമങ്ങൾ സന്ദീപ് ജി വാര്യർക്ക് പാർട്ടിയിൽ നിന്നുണ്ടായപ്പോൾ അതിൽ പ്രതിഷേധിച്ചവർ, അതിൽ വിഷമിച്ചവർ, അതിനെ എതിർത്ത് പറഞ്ഞവരൊക്കെ ഒരുപാട് പേരുണ്ട്. എന്തായാലും വളരെ ശക്തമായ ഒരു ശബ്ദം തന്നെയായിരുന്നു BJP-യുടെ ചാനൽ ചർച്ചകളിൽ മാത്രമല്ല BJP-ക്ക് വേണ്ടി സംസാരിക്കുന്ന, കേന്ദ്ര സർക്കാരിന് വേണ്ടി സംസാരിക്കുന്ന, വളരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്ന നല്ല ഒരു ശബ്ദം തന്നെയായിരുന്നു സന്ദീപ് ജി വാര്യർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സന്ദീപ് ജി വാര്യർ പോയതിന്റെ പിന്നിലുള്ള സകല ഉത്തരവാദിത്വവും സുരേന്ദ്രനാണ്. സുരേന്ദ്രന്റെ പ്രവർത്തികൾ മൂലമാണ്, പ്രവൃത്തി ദോഷം മൂലമാണ് സന്ദീപ് ജി വാര്യർക്ക് ഇത്തരമൊരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്നുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ ശക്തമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.